ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഓശാന ഞായർ, വിശുദ്ധ വാരത്തിന്റെ പ്രാരംഭ ദിനമായ ഈ ഓശാന ഞായറിൽ ഈശോ മിശിഹായുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിക്കുകയും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥമുള്ള ഹോസാന വിളികളോടെ ഇസ്രായേൽ ജനം അവിടുത്തെ വരവേറ്റതിനെയും അനുസ്മരിക്കുന്ന പുണ്യദിനം. ഒത്തിരിയേറെ വിശ്വാസതലത്തിൽ ധാരാളമായ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ദിനമാണ് ഓശാന തിരുനാൾ. കുരുത്തോലകളും കൈകളിലേന്തി ഹോസാന വിളികളോടെ നമ്മൾ ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുകയും അതേ തുടർന്ന് ദേവാലയത്തിന്റെ ആനവാതിൽ കുരിശുകൊണ്ട് മുട്ടി തുറന്ന് പുരോഹിതൻ നേതൃത്വത്തിൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതുമെല്ലാം ഈ ദിവസത്തെ പ്രധാന കർമ്മങ്ങളാണല്ലോ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈശോ മിശിഹായെ പ്രവേശിപ്പിക്കണമെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ സുദിനം നമുക്ക് നൽകുകയാണ്. നമ്മെ രക്ഷിക്കുവാനായി ഒരു ദൈവമുണ്ട് എന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുവാൻ ഒരു മനസ്സുമുണ്ട് എങ്കിൽ നമുക്കും രക്ഷ സാധ്യമാണ് എന്ന് ഈ സുന്ദര ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ രക്ഷിക്കുവാനായി സ്വയം വിട്ടുകൊടുക്കലിലൂടെ, സ്വയം പരിത്യാഗത്തിലൂടെ ഈശോ മിശിഹ നമ്മളെ രക്ഷിച്ചുവെന്നും ആ രക്ഷയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ സ്വന്തമാക്കണമെന്നും ഈ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജെറുസലേമിലേക്ക് ഈശോ നടത്തിയത് ഒരു സമാധാനപരമായിട്ടുള്ള പ്രവേശനമാണ് എന്ന് നമുക്കറിയാം. സാധാരണയായി രാജാക്കന്മാര് ഉപയോഗിക്കുന്നത് പോലെ കുതിരപ്പുറത്ത് ഏറി ഒരു ശക്തി പ്രകടനമല്ല ഈശോ നടത്തുന്നത്. സമാധാന രാജാവായി ഈശോ മിശിഹ കഴുതപ്പുറത്ത് ഏറിയാണ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുക. നമ്മളും നമ്മുടെ ജീവിതങ്ങളാകുന്ന കുതിരപ്പുറങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാനും ഈശോയെ സമാധാനത്തിന്റെ രാജാവായി കടന്നു വരുന്ന കഴുതപ്പുറത്തേറിയവനെ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ മിശിഹ നമുക്ക് നൽകുന്ന ഈ എളിമയുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധ വാരത്തിന്റെ പ്രവേശന ദിനമായ ഇന്ന് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ പാടുപീഠകളോടൊപ്പം ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെയും വിശുദ്ധീകരിച്ച് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഹൃദയ കവാടങ്ങള് ഈശോയ്ക്കായിട്ട് മലർക്കെ തുറന്നു കൊടുക്കുവാനും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈശോ മിശിഹായിക്ക് നിരക്കാത്തതായിട്ടുള്ളതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പുറന്തള്ളുവാനായിട്ടുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും അനുതാപത്തിലൂടെ കുമ്പസാരിച്ച് പാപമോചനം നേടി നമ്മുടെ ജീവിതങ്ങളിലും കർത്താവ് നൽകുന്ന ഉയർപ്പിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം.